അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസിനികളെ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങളും കഥകളും പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഖുർആനിന്റെ 1/3 തന്നെ ഇത്തരത്തിലുള്ള കഥകളും സംഭവങ്ങളും ചരിത്രങ്ങളുമൊക്കെയാണ്. അല്ലാഹു തആല പറയുന്ന കഥകൾ, ചരിത്രങ്ങൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കഥകളും സംഭവങ്ങളും, അതിലൊരുപാട് പാഠങ്ങളും ഗുണപാഠങ്ങൾ വിശ്വാസികൾക്കുണ്ട്. അമ്പിയാക്കന്മാരുടെ കഥകളെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നിടത്ത് ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. അവരുടെ കഥകളിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഗുണപാഠമുണ്ട് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല കഥകൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെ. സൂറത്തുൽ അഅറാഫിൽ കാണാം, ഫഖ്സുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ. അവർക്ക് നീ കഥകൾ പറഞ്ഞു കൊടുക്കുക, അവർ ചിന്തിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത് കാണാം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കഥകളും സംഭവങ്ങളും ഒരിക്കലും കളവ് നിറഞ്ഞതോ സാങ്കല്പികമായതോ ഐതിഹ്യങ്ങൾ നിറഞ്ഞതോ ഒന്നുമല്ല, മറിച്ച് നടന്നതും സത്യസന്ധമായ കഥകളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കഥകളും അങ്ങനെ തന്നെ. ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ്. തീർച്ചയായും ഇത്, ഈ കഥ എന്ന് പറഞ്ഞാൽ, ഇത്തരം കഥകൾ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ഹഖായ കഥകളാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞത് കാണാം. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും വന്നിട്ടുള്ള ചരിത്ര കഥകൾ ഒരുപാടുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഖിസ്സയാണ് ഖിസ്സത്ത് ജുറൈജിന്റെ കഥ. അതിൽ നമ്മൾക്ക് പാഠമുണ്ട്. മാത്രമല്ല, നമ്മൾ പറയണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിന്റെ ആമുഖം എന്ന നിലക്ക് കൂടിയാണ് ഈ ഒരു ചരിത്ര സംഭവം നമ്മൾ എടുത്തു പറയുന്നത്. മാതാപിതാക്കളുമായിട്ടുള്ള ബാധ്യത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനങ്ങളോട് നന്ദി കാണിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്യുന്ന ശുക്റാണ്. അത് നമ്മൾ വിശാലമായി തന്നെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള ഒരു മുഖവുര കൂടിയാണ് ഈ ചരിത്ര സംഭവം പറയുന്നത് കൊണ്ടുള്ള താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ലം യതകല്ലം ഫിൽ മഹ്ദി ഇല്ലാ സലാസ. തൊട്ടിലിൽ വെച്ചുകൊണ്ട് സംസാരിച്ചത് 3 കുട്ടികളാണ്. ഒന്ന് ഈസ ഇബ്നു മറിയം, രണ്ടാമത്തേത് വസാഹിബു ജുറൈജിന്റെ സാഹിബ്, അഥവാ ജുറൈജിന്റെ സംഭവത്തിൽ സംസാരിച്ച കുട്ടി. ആരാണ് ജുറൈജ്? ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽ ജീവിച്ച ഒരു ആബിദായ, അള്ളാഹുവിന് ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനോട് അടുത്ത ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം, പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു.
അബ്ദുറസാഖ് ഹഫിളഹുല്ലാ, അബ്ദുറസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ, അദ്ദേഹം ഈ ചരിത്ര സംഭവം വിശദീകരിക്കവേ, അതിന് വിശദീകരണം പറയവേ പറഞ്ഞത് കാണാം. ഇദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. കച്ചവടത്തിൽ നഷ്ടവും ലാഭവും ഉണ്ടാകും. അദ്ദേഹം പിന്നെ തീരുമാനിച്ചു നഷ്ടമില്ലാത്തൊരു കച്ചവടത്തിൽ ഏർപ്പെടാം. അങ്ങനെയാണ് അദ്ദേഹം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിരുന്നത്. ആ കച്ചവടത്തിൽ ഒരിക്കലും നഷ്ടം സംഭവിക്കുകയില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് അദ്ദേഹം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം ഒഴിഞ്ഞിരുന്നത് എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകാന ജുറൈജുൻ റജുലൻ ആബിദൻ. ജുറൈജ് എന്ന് പറഞ്ഞാൽ ഒരു ആബിദായ വ്യക്തിയായിരുന്നു. ധാരാളമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. നമ്മൾ ഈ കഥ ശ്രദ്ധിക്കണം. ഇതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഇന്നത്തെയും അടുത്ത ക്ലാസ്സിലും ഇൻഷാ അല്ലാഹ് പറയും. കഥ ശ്രദ്ധിച്ചാലാണ്, അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര സംഭവം ശ്രദ്ധിച്ചാലാണ് അതിലുള്ള ഓരോ ഗുണപാഠവും അതിന്റെ കൃത്യമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ഒരു ആബിദായ മനുഷ്യനായിരുന്നു. ഫത്തഖദ സൗമഅതൻ ഫകാന ഫീഹാ. അദ്ദേഹം ഒരു മഠം, സൗമഅത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യാൻ ഒരു പ്രത്യേക സ്ഥലം, അത് അദ്ദേഹം നിർമ്മിക്കുകയും അതിൽ അദ്ദേഹം ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഫഅതതുഹു ഉമ്മുഹു വഹുവ യുസല്ലി. അദ്ദേഹം നിസ്കരിക്കവേ, ഇദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേ ജീവിച്ച ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നല്ല മനുഷ്യനായിരുന്നു ജുറൈജുൻ റഹിമഹുല്ലാ. അദ്ദേഹം നിസ്കരിക്കവേ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ കാണാൻ വന്നു. ഫഖാലത് യാ ജുറൈജ്. ജുറൈജ് എന്ന് വിളിച്ചു. വേറെ ചില റിവായത്തിൽ കാണാം യാ ജുറൈജ് കല്ലിംനി ഫഅന ഉമ്മുക്. ഞാൻ നിന്റെ ഉമ്മയാണ്, എന്നോട് സംസാരിക്ക്. ജുറൈജ് നിസ്കാരത്തിലാണ്. ജുറൈജു പറഞ്ഞു, യാ റബ്ബി ഉമ്മി വസലാത്തി. നിസ്കാരത്തിലായിരിക്കെ അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ്, എന്റെ നിസ്കാരം എന്റെ ഉമ്മ. ഉമ്മക്ക് മറുപടി കൊടുക്കണമോ? ഇമാം ബുഖാരിയുടെ ലഫ്ദിൽ കാണാം ഉജീബുഹ ഉസല്ലി. ഉമ്മക്ക് മറുപടി കൊടുക്കണോ അതോ നിസ്കാരം തുടരണോ? അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ്. ഫഅഖ്ബല അലാ സ്വലാത്തിഹി ഫൻസറഫത്. അദ്ദേഹം നിസ്കാരത്തിൽ തന്നെ മുഴുകി. ഉമ്മ തിരിച്ചുപോയി. ഫലമ്മ കാന മിനൽ ഗദ്. പിറ്റേ ദിവസവും അറ്റത്ഹു വഹുവ യുസല്ലി. ജുറൈജ് നിസ്കരിക്കുന്ന വേളയിൽ തന്നെയാണ് ഉമ്മ പിറ്റേ ദിവസവും വന്നത്. ഫഖാലത്. ഉമ്മ പറഞ്ഞു, യാ ജുറൈജ്. ജുറൈജ് എന്ന് വിളിച്ചു. യാ ജുറൈജ് കല്ലിംനി. എന്നോട് സംസാരിക്കണം, ഞാൻ നിന്റെ ഉമ്മയാണ്. അപ്പൊ ജുറൈജ് മനസ്സിൽ നിസ്കാരത്തിൽ യാ റബ്ബി ഉമ്മി വസലാത്തി. റബ്ബെ, എന്റെ ഉമ്മ, അവർക്ക് ഉത്തരം കൊടുക്കണോ അതോ നിസ്കാരത്തിൽ തുടരണോ? ഫഅഖ്ബല അലാ സ്വലാത്തിഹി ഫൻസറഫത്. അദ്ദേഹം നിസ്കാരത്തിൽ തന്നെ തുടർന്നു. ഉമ്മ തിരിച്ചുപോയി. ഫലമ്മ കാന മിനൽ ഗദ്. പിറ്റേ ദിവസവും ഉമ്മ വന്നു. അറ്റത്ഹു വഹുവ യുസല്ലി. ഉമ്മ വന്നു, അപ്പോഴും അദ്ദേഹം നിസ്കരിക്കുകയായിരുന്നു. ഫഖാലത് യാ ജുറൈജ്. ജുറൈജ് എന്ന് വിളിച്ചു. ജുറൈജ്. അപ്പോഴും ഇദ്ദേഹം പറയാണ്, ഐ റബ്ബി ഉമ്മി വസലാത്തി. എന്റെ നിസ്കാരം എന്റെ ഉമ്മ, ആർക്ക് ഉത്തരം കൊടുക്കണം? ഫഅഖ്ബല അലാ സ്വലാത്തി. അദ്ദേഹം നിസ്കാരത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. ഫഖാലത്. മൂന്നാമത്തെ ദിവസവും നിരാശയായ ഉമ്മ വളരെ പ്രയാസത്തോടുകൂടി ആ ഉമ്മ പ്രാർത്ഥിച്ചു എന്നാണ്, അല്ലാഹുമ്മ ലാ തുമിത്ഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്. അല്ലാഹുവേ, ജുറൈജിനെ നീ മരിപ്പിക്കല്ലേ. വ്യഭിചാരിണികളായ സ്ത്രീകളുടെ മുഖത്തേക്ക് അവന് നോക്കുന്നതുവരെ, വ്യഭിചാരിണികളായ സ്ത്രീകളുടെ മുഖത്തേക്ക് അവൻ നോക്കുന്നതുവരെ, നോക്കിയിട്ടല്ലാതെ അവനെ നീ മരിപ്പിക്കല്ലേ. ഉമ്മ പ്രാർത്ഥിക്കുകയാണ്. വ്യഭിചരിക്കുന്നതുവരെ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, വ്യഭിചാരിണികളായ സ്ത്രീകളെ ഒന്ന് നോക്കുക. അങ്ങനെയുള്ളൊരു പ്രയാസം അവൻ ഉണ്ടാക്കണം. ഉമ്മക്കറിയാം ജുറൈജിനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് വ്യഭിചാരിണികളായിട്ടുള്ള വൃത്തികെട്ട സ്ത്രീകളെ മുഖത്തേക്ക് നോക്കുക. ജുറൈജിനെ പ്രയാസപ്പെടുത്താൻ അത് മതി എന്ന് ഉമ്മക്കറിയാം. അതുകൊണ്ടാണ് ഉമ്മ പ്രാർത്ഥിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെയുള്ള ചില പ്രത്യേകം ചില ഫായിദകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും.
വ്യഭിചാരിണികളായ സ്ത്രീകളുടെ മുഖത്തേക്ക് അവൻ നോക്കുന്നത് വരെ അവനെ നീ മരിപ്പിക്കരുതേ എന്ന് ഉമ്മ പ്രാർത്ഥിച്ചു. ഫതദാകറ ബനു ഇസ്രായീൽ ജുറൈജൻ വഇബാദതഹു. ജുറൈജിനെ കുറിച്ച് ബനു ഇസ്രായേലുകാർ സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഇബാദത്തിനെ കുറിച്ച് വലിയ ചർച്ചയായി. അവിടെയുള്ള ആളുകൾക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തോട് അസൂയ വെക്കുന്ന ഫിത്നക്കാരും വൃത്തികെട്ട ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അത് തന്നെ അവിടെ കാണാം. അദ്ദേഹത്തെ ആളുകൾ ബഹുമാനിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ ഇബാദത്തിനെ അവർ വലിയ ആദരിച്ചിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇബാദത്തിൽ അസൂയ വെച്ചവരും വൃത്തികെട്ട ആളുകളും അവിടെ ഉണ്ടായിരുന്നു. വകാനത് ഇംറഅതുൻ ബഗിയ്യുൻ യുതമസ്സലു ബിഹുസ്നിഹ. ആ നാട്ടിൽ ഭംഗിയിൽ ഉദാഹരിക്കപ്പെടുന്ന ഒരു വ്യഭിചാരിണിയായ സ്ത്രീ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ അവളുടെ പേര് പറഞ്ഞിട്ടാണ് ഉദാഹരിക്കുക. അവളെപ്പോലെ ഭംഗിയുള്ളവൾ എന്ന് പറയും. അങ്ങനെയുള്ളൊരു വ്യഭിചാരിണിയായ പെണ്ണുണ്ടായിരുന്നു. ഫഖാലത്ത്, ആ പെണ്ണ് ആ നാട്ടിലെ വൃത്തികെട്ട ആളുകളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇൻ ശിഅ്തും ലഅഫ്തിനന്നഹു ലക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവനെ ഫിത്നയിലാക്കാം. അങ്ങനെ അവര് ഫിത്നയിലാക്കാൻ പറഞ്ഞു, അവനെ പേപ്പിക്കാൻ പറഞ്ഞു. ഫതഅറളത് ലഹു. അങ്ങനെ ഈ പെണ്ണ് ജുറൈജിന്റെ മുമ്പിൽ പോയി നിന്നു. അണിഞ്ഞൊരുങ്ങി ജുറൈജിന്റെ മുമ്പിൽ പോയി നിന്നു. പക്ഷെ ഫലം യൽതഫിത് ഇലൈഹ. ജുറൈജ് ഒന്ന് നോക്കിയതുപോലുമില്ല. ഒരു നോട്ടം പോലും ആ പെണ്ണിന്റെ ഭാഗത്തേക്ക് നോക്കിയതുപോലുമില്ല. പെണ്ണ് പരാജയപ്പെട്ടു. ഭംഗിയുള്ള പെണ്ണാണ്, വ്യഭിചാരിണിയാണ്. അവള് വാക്കുകൊടുത്തു വന്നതാണ്, ഇവനെ ഞാൻ പഴിപ്പിക്കാൻ. ജുറൈജ് ഒന്ന് നോക്കിയതുപോലുമില്ല. അവിടെ വരാറുണ്ടായിരുന്ന ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. ആ ആട്ടിടയന്റെ അടുത്തേക്ക് ഈ പെണ്ണ് ചെന്നു. അവന് അവളുടെ ശരീരം കീഴ്പ്പെടുത്തി കൊടുത്തു. ആ ആട്ടിടയൻ അവളുമായി വ്യഭിചാരം നടത്തി. അവൾ ഗർഭിണിയായി. ഫലമ്മ വലദത്. അവൾ പ്രസവിച്ച സമയത്ത് കാലത്ത് അവൾ പറഞ്ഞു, ഹുവ മിൻ ജുറൈജ്. ഈ കുട്ടി ജുറൈജിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ജുറൈജിന്റെ അടുത്തേക്ക് അവർ ചെന്നു. അവിടെയുള്ള ആളുകൾ ചെന്നു, അദ്ദേഹത്തോട് ഇറങ്ങാൻ പറഞ്ഞു. വഹദമു സൗമഅതഹു. അദ്ദേഹത്തിന്റെ ആ മഠം, അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു വീട്, ആ ആരാധനാലയം അവർ തകർച്ചു കളഞ്ഞു. വജഅലു യദ്രിബൂനഹു. അദ്ദേഹത്തെ അടിക്കാൻ തുടങ്ങി. ആ സമയത്ത് ജുറൈജ് ചോദിച്ചു, മാശഅനുക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി, എന്താണ് കാര്യം? അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടില്ല. ആളുകൾ പറഞ്ഞു, സനൈത ബിഹാദിൽ ബഗി ഫവലദത് മിൻക. നീ പെണ്ണുമായി വ്യഭിചരിച്ചിട്ടുണ്ട്, ഈ വ്യഭിചാരിണിയുമായി നീ വ്യഭിചരിച്ചിട്ടുണ്ട്, അങ്ങനെ അവൾ പ്രസവിച്ചിട്ടുണ്ട്. വേറെ റിവായത്തിൽ കാണാം, ജുറൈജിന് അവർ ചെയ്തത് എന്താണ്? ഫജഅലു ഫീ ഉനുഖിഹി വഉനുഖഹാ ഫജഅലു ഫീ ഉനുഖിഹി വഉനുഖിഹാ ഹബ്ലൻ. അദ്ദേഹത്തിന്റെ കഴുത്തിലും ഈ പെണ്ണിന്റെ കഴുത്തിലും അവര് ഒരു കയറ് കെട്ടി. വജഅലു യതൂഫൂന ബിഹിമാ ഫിന്നാസ്. എന്തൊരു അപമാനമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഈ പെണ്ണിനെയും ഈ പറഞ്ഞിട്ടുള്ള ജുറൈജിനെയും അവർ രണ്ടാളുടെയും കഴുത്ത് കെട്ടിയിട്ട് ആളുകളുടെ അടിയിലൂടെ ഇങ്ങനെ നടത്താൻ തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ ഫജഅലു യദ്രിബൂനഹു വയഖൂലൂൻ, ഇങ്ങനെ അടിച്ചുകൊണ്ട് അവരിങ്ങനെ പറയാൻ തുടങ്ങി, മുറാഇൻ തുഖാദിഉൻ നാസ ബിഅമലിക്. നീ ആളുകളെ കാണിക്കാൻ വേണ്ടി, പറ്റിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്ത് ജനങ്ങളെ പറ്റിച്ചവനാണ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ വഷളാക്കാൻ വേണ്ടി ഇങ്ങനെ നാട്ടിലൂടെ നടച്ചാണ്, അടിച്ചുകൊണ്ട്. ഖാല ലഹുൽ മലിക്. ആ നാട്ടിലെ ഭരണാധികാരി അദ്ദേഹത്തോട് പറയുകയാണ്, വൈഹക് യാ ജുറൈജ്. ജുറൈജ്, നിനക്ക് നാശം. ഇന്നാ നറാക ഖൈറൻ നാസ്. നിന്നെ കുറിച്ച് ഞങ്ങൾ വിചാരിച്ചിരുന്ന നല്ല മനുഷ്യനാണെന്നാണ്.
ഞങ്ങളുടെ കൂട്ടത്തിലെ നല്ലൊരു മനുഷ്യനായിട്ടാണ് ഞങ്ങൾ നിന്നെ കണ്ടിരുന്നത്. നീ പെണ്ണിനെ ചതിച്ചു, അവളെ വലയിലാക്കി. ഇദ്ഹബൂ ബിഹി ഫസ്ലുബൂഹു, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി കുരിശിലേറ്റണം, അവനെ കൊന്നുകളയണമെന്ന് പറഞ്ഞു. ഫലമ്മ മർറൂ ബിഹി നഹ്വ ബൈത്തി സബാനി, ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ ആളുകളുടെ ഇടയിലൂടെ ജുറൈജിനെ വഷളാക്കാൻ വേണ്ടിയിട്ട്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. കുറ്റം ചെയ്തിട്ടില്ല. വ്യഭിചാരിണികളായ സ്ത്രീകൾ താമസിക്കുന്ന വീടിന്റെ അടുത്തുകൂടെ ഇങ്ങനെ ഈ ജുറൈജിനെയും നടത്തിക്കൊണ്ടുപോയപ്പോ ഖറജ്ന യൻദുർന, വ്യഭിചാരിണികളായിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കി. ഫതബസ്സം, അപ്പോ ജുറൈജ് ഒന്ന് ചിരിച്ചു. ഫഖാലു, അവർ ചോദിച്ചു, അവർ പറഞ്ഞു, ലം യദ്ഹക് ഹത്ത മർറ ബിസ്സവാനി, ഇതുവരെ അവൻ ചിരിച്ചിട്ടില്ല. ഈ വ്യഭിചാരിണികളായിട്ടുള്ള സ്ത്രീകളെ കണ്ടപ്പോഴാണ്, അവരുടെ അടുത്തുകൂടെ നടന്നുപോയപ്പോഴാണ് അവൻ ചിരിച്ചത് എന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യഭിചാരിണികളായിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെ താമസിക്കുന്ന ഒരു ഏരിയ, അവരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുക? അങ്ങനെ ഒരു സമുദായം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനു ഇസ്രായേലുകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകാരുടെ ഏറ്റവും ഒന്നാമത്തെ ഫിത്ന എന്ന് പറഞ്ഞാൽ ഖാനത് ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിലായിരുന്നു. അവർ വലിയ ഫിത്നയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വ്യഭിചാരിണികളായിട്ടുള്ള സ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോ ജുറൈജ് അവരെ ഒന്ന് നോക്കി. ഫതബസ്സം, അപ്പൊ ജുറൈജ് ചിരിച്ചു. എന്തിനാ ചിരിച്ചത് പറയുന്നുണ്ട്. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഐന സ്വബി, ഈ കുട്ടിയുണ്ടായെന്ന് പറഞ്ഞല്ലോ, എവിടെയാണ് ആ കുട്ടി? ഫജാഉ ബിഹി, ആ കുട്ടിയെയും കൊണ്ട് അവർ വന്നു. ഫഖാൽ, അപ്പൊ ജുറൈജ് പറഞ്ഞു, ദഊനി ഹത്താ ഉസല്ലിയ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, എന്നൊന്ന് വിട്, ഞാനൊന്ന് നിസ്കരിക്കട്ടെ. ഫസല്ല, അങ്ങനെ അദ്ദേഹം നിസ്കരിച്ചു. മറ്റ് ഇമാം ബുഖാരിയുടെ ലഫ്ദിൽ കാണാം ഫതവല്ലഅ വസല്ല, അദ്ദേഹം വുളു ചെയ്തുകൊണ്ട് നിസ്കരിച്ചു എന്നാണ്. ഫലമ്മൻ സറഫ് അത്തസ്സബി, അദ്ദേഹം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അത്തസ്സബിയ, ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഫതഅന ഫീ ബത്നിഹി, ആ കുട്ടിയുടെ വയറ്റത്ത് ഇങ്ങനെ കുത്തിയിട്ട് വഖാൽ, എന്നിട്ട് ചോദിച്ചു, യാ ഗുലാം മൻ അബൂക്ക്, കുട്ടി നിന്റെ ഉപ്പയാരാണ്? ഖാല, ആ കുട്ടി, തൊട്ടിലിൽ കിടക്കുന്ന ആ കുട്ടി സംസാരിച്ചു എന്നാണ്. ഫുലാനുർ റാഇ, ആ ആട്ടിടയനായ മനുഷ്യനാണ്. അപ്പൊ ആളുകള് കാര്യം മനസ്സിലാക്കുന്നത്. ഫഅഖ്ബലു അലാ ജുറൈജ്, അവരെല്ലാവരും ജുറൈജിന്റെ അടുത്തേക്ക് ഓടിക്കൂടി. യുഖബ്ബിലൂനഹു വയതമസ്സഹൂന ബിഹി, ജുറൈജിനെ ചുംബിക്കാൻ തുടങ്ങി, അദ്ദേഹത്തെ തടവാൻ തുടങ്ങി. വഖാലു, അവർ പറഞ്ഞു, നബ്നി ലക സൗമഅതക മിൻ ദഹബ്, ഞങ്ങൾ സ്വർണത്തിന്റെ ഒരു സൗമഅത്ത്, ഒരു മഠം നിനക്ക് പണിതു തരാം. ഖാൽ, ആ സമയത്ത് ജുറൈജ് പറഞ്ഞു, ലാ അഈദൂഹാ മിൻ തീനിൻ കമാ കാനത്, അത് മണ്ണുകൊണ്ടുള്ള ഒരു മഠമായിരുന്നു, അതുപോലെയുള്ളത് എനിക്കൊന്ന് വീണ്ടും പണിതു തന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഫഫഅലു, അവരത് ചെയ്തു. വഫീ റിവായ, മറ്റൊരു റിവായത്തിൽ കാണാൻ ഫറജഅ ഫീ സൗമഅതിഹി, അദ്ദേഹത്തിന്റെ ആ ആരാധന നടത്തുന്ന സൗമഅത്തിലേക്ക് തിരിച്ചുപോയി. ഫഖാലു ലഹു, അപ്പൊ അവർ ചോദിച്ചു, ബില്ലാഹി മിമ്മ ലഹിക്ത, എന്തിനാണ് നീ ചിരിച്ചത്? അല്ലാഹുവാണേ സത്യം, എന്തിനാണ് നീ ചിരിച്ചത്, നീ പറയണം. ജുറൈജ് പറഞ്ഞു, മാ ലഹിക്തു ഇല്ലാ മിൻ ദഅവതിൻ ദഅത്ഹാ അലയ്യ ഉമ്മി, എന്റെ ഉമ്മ പ്രാർത്ഥിച്ചത് അവിടെ സംഭവിച്ചു എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്നാണ്. ഉമ്മ പറഞ്ഞത് എന്താ? വ്യഭിചാരിണിയായിട്ടുള്ള സ്ത്രീയുടെ മുഖത്ത് നോക്കുന്നത് വരെ അവനെ മരിപ്പിക്കരുത് എന്നാണ്. വ്യഭിചാരിണിയുടെ മുഖത്തേക്ക് നോക്കേണ്ടി വന്നു എനിക്ക്, അപ്പോഴാണ് ഞാൻ ചിരിച്ചത്. എന്റെ ഉമ്മയുടെ പ്രാർത്ഥന ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള കഥയിലുള്ളത്, അല്ലെങ്കിൽ ഈ സംഭവത്തിലുള്ളത്. ഈ ചരിത്രത്തിൽ നമ്മൾക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. ചെറിയ പാഠങ്ങളൊന്നുമല്ല, ഒരുപാട് പാഠങ്ങളുണ്ട്. ഇതിലെ ഓരോ വാക്കുകളെക്കുറിച്ചും പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്.
അവരുടെ മുഹാദറകളിലും ഖുത്ബകളിലുമൊക്കെ അത് സംസാരിച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. ദുറൂസുൻ വഇബറുൻ മിൻ ഖിസ്സതി ജുറൈജിനിൽ ആബിദ്, സാലി ആലു ശൈഖ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു ഖുത്ബയുണ്ട്. ഇങ്ങനെ ഈ വിഷയത്തിൽ എഴുതിയതും പ്രസംഗിച്ചതും ക്ലാസ് എടുത്തതുമായ ഒരുപാട് രേഖകളുണ്ട്. ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ചില ഗുണപാഠങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഗുണപാഠം എന്താണ്? ഈ ഖിസ്സയിൽ, ഈ കഥയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഖുതൂറത്തു ഉഖൂഖിൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത് അതിന്റെ അപകടം ഈ കഥയിലുണ്ട്. വതർക്കിൽ ഇസ്തിജാബതി ലിഅംരിഹിമ, മാതാപിതാക്കൾ ഒരു കാര്യം പറഞ്ഞാൽ അതിന് ഉത്തരം കൊടുക്കാതിരിക്കുക എന്നത് വളരെ അപകടകരമായ കാര്യമാണ് എന്ന് ഈ സംഭവത്തിലുണ്ട്. വഅന്നഹു സബബുൻ ലിഹുലൂലിൽ മസായിബി അലൽ ഇൻസാൻ, അത് മനുഷ്യർക്ക് പല മുസീബത്തുകളും വരാൻ കാരണമാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കുക, മാതാപിതാക്കൾ അനുസരിക്കാതിരിക്കുക എന്നുള്ളത് പല വിപത്തുകൾക്കും കാരണമാണ് എന്ന് ഈ കഥയിലുണ്ട്. കഹാദിഹിൽ മിഹൻ വൽ ഇബ്തിലാഅത്ത് അല്ലതി തഅറദ ലഹാ ദാലികൽ അബ്ദുസ് സാലിഹ്, ഒരു നല്ല മനുഷ്യൻ അയാൾ അനുഭവിച്ച രൂപത്തിലുള്ള ഇത്തരം പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതിന്റെ പേരിൽ ഉണ്ടാകും, മാതാപിതാക്കളെ വേദനിപ്പിച്ചതിന്റെ പേരിൽ. മഅന്നഹു കാന മിൻ അഅബദിൻ നാസ്, മാത്രമല്ല അദ്ദേഹം ജനങ്ങളുടെ കൂട്ടത്തിൽ നന്നായി ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിന്റെ അടുത്ത ആളായിട്ട് പോലും മാതാവിനെ വേദനിപ്പിച്ചതിന്റെ പേരിൽ അവർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായി. വലം യുസ്ഗിൽഹു അൻ ഉമ്മിഹി ഇല്ല സ്സലാ, നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ ചെയ്ത കാര്യം. ഉമ്മയുടെ വിളിക്ക് ഉത്തരം കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? നിസ്കരിക്കായിരുന്നു. നിസ്കാരമല്ലാതെ അദ്ദേഹത്തെ ശുഗലാക്കിയിട്ടില്ല. അപ്പോൾ ലാകിൻ അല്ലാഹു ഇസ്തജാബ ദുആ അൽ ഉമ്മി, ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി. വഹയ്യ അസ്ബാബഹു, അതിനുള്ള കാരണം അല്ലാഹു തന്നെ ഒരുക്കി. വഅറദ ജുറൈജൻ ലിൽ ബലാ, പരീക്ഷണത്തിന് ജുറൈജിനെ അല്ലാഹു വിധേയനാക്കി. ഈ ഹദീസിന്റെ ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം, വലൗ ദഅഅത് അലൈഹി അൻ യുഫ്തൻ ലഫുതിൻ, ജുറൈജ് ഫിത്നയിൽ അകപ്പെടണമെന്ന് ഉമ്മ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ജുറൈജ് ഫിത്നയിലാകുമായിരുന്നു. ഇവിടെ ജുറൈജ് ഒരു ഫിത്നയിലേക്കൊന്നും എത്തിയിട്ടില്ല. ഉമ്മ പ്രാർത്ഥിക്കുന്നത് ജുറൈജിനെ ഫിത്നയിലാക്കണമെന്നായിരുന്നുവെങ്കിൽ ജുറൈജ് ഫിത്നയിൽ അകപ്പെടുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു എന്നാണ്. ഇതാണ് ഇതിൽ ഒന്നാമത്തെ പാഠം. ഉമ്മയെ പ്രയാസപ്പെടുത്താൻ പാടില്ല, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്താൻ പാടില്ല, ഒരു ചെറിയ രൂപത്തിൽ പോലും. നമ്മൾ എത്ര ചക്കുവയുള്ള ആളുകളാണെങ്കിലും ഉമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടോ, ഉപ്പയെ വേദനിപ്പിച്ചിട്ടുണ്ടോ, അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ, അതിന് നമ്മൾ അനുഭവിക്കും. പ്രത്യേകിച്ച് അവർ നമ്മൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അനുഭവിക്കും. ഈ പറഞ്ഞിട്ടുള്ള ജുറൈജിന്റെ സംഭവത്തിൽ ഈ ഒരു കാര്യം തന്നെ നമ്മൾ എത്ര ശ്രദ്ധിക്കാനുണ്ട്. ജുറൈജ് നിസ്കരിക്കായിരുന്നു, മൊബൈലിൽ കളിക്കായിരുന്നില്ല, വേറെന്തെങ്കിലും കളിയിലായിരുന്നില്ല, ഉറങ്ങായിരുന്നില്ല, വേറെ നമ്മൾക്കിഷ്ടമുള്ള വിനോദത്തിലോ അല്ലെങ്കിൽ നമ്മൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഹലാലായ കാര്യങ്ങളിലോ മുഴുകിയപ്പോ അതുകൊണ്ട് മറുപടി കൊടുക്കാതിരുന്നില്ല. അള്ളാഹുവിന് വേണ്ടി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭം ആയതുകൊണ്ടാണ് ജുറൈജ് ഉമ്മി വസലാത്തി, എന്റെ ഉമ്മയുടെ വിളിക്ക് ഉത്തരം കൊടുക്കണോ നിസ്കരിക്കണോ എന്ന് തീരുമാനിച്ചത്. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രയാസമുണ്ടായത്. അപ്പൊ നമ്മൾ എത്ര ശ്രദ്ധിക്കണം? നമ്മൾ എത്ര ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും ശ്രദ്ധിച്ചാൽ പോരാ, ഒരുപാട് ശ്രദ്ധിക്കണം. ഇതാണ് ഇതിൽ ഒന്നാമത്തെ ഫായിദ. ഇത് ഉമ്മയുടെ വിളിക്ക് ഉത്തരം കൊടുക്കാത്തതിന്റെ പേരിലുണ്ടായ പ്രയാസമാണെങ്കിൽ നമ്മൾ ഉമ്മയോടും ഉപ്പയോടും പ്രവർത്തിക്കുന്നതും അവരോട് സംസാരിക്കുന്നതും അവരെ വേദനിപ്പിക്കുന്നതുമായ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാനും നിങ്ങളൊക്കെ ചെയ്യാറുള്ളത് എന്നുള്ളത് നമ്മൾ നന്നായി ചിന്തിക്കണം. ഇതാണ് ഒന്നാമത്തെ ഫായിദ. രണ്ടാമത്തെ ഇതിലുള്ള ഫായിദ ഈസാറു ഇജാബത്തിൽ ഉമ്മി അലാ സലാത്തി തതവ്വ. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഉമ്മക്ക് വിളി
ഉമ്മയുടെ വിളിക്കുത്തരം കൊടുക്കണം. നമ്മൾ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ കൂടി. സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മ വിളിക്കുകയാണ്, നമ്മൾ സുന്നത്ത് നിസ്കാരം മുറിച്ച് ഉമ്മക്ക് വിളി കൊടുക്കണം എന്നാണ്. നോക്ക്, നിസ്കാരത്തിലായിരിക്കുമ്പോഴുള്ള കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നിസ്കരിക്കണേ നമ്മൾ ഉമ്മ വിളിക്കൂല. നമ്മളെ വിളിക്കുക നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒക്കെ നമ്മളമ്മ നമ്മൾ വിളിക്കുള്ളൂ, ഉപ്പ വിളിക്കുള്ളൂ. ആ സമയത്ത് നമ്മൾ വിളിക്കുത്തരം കൊടുത്തിട്ടില്ലെങ്കിലോ? ഇവിടെ അള്ളാഹുമായി സംഭാഷണം നടത്തുന്ന സമയത്ത് അത് സുന്നത്തായ നിസ്കാരമാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു, ഈ ചരിത്ര സംഭവം വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അങ്ങനെ പല പണ്ഡിതന്മാരും എടുത്തു പറഞ്ഞത് കാണാം. സുന്നത്ത് നിസ്കാരത്തിലാണോ ഉമ്മ വിളിക്കുമ്പോ ഉമ്മാക്ക് നമ്മൾ വിളിക്ക് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ, ഉമ്മാക്ക് പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ ആ നിസ്കാരം മുറിച്ച് ഉമ്മക്ക് ഉത്തരം കൊടുക്കണം. ഫർള് നിസ്കാരമാണെങ്കിൽ നിസ്കാരം മുറിക്കാൻ പാടില്ല, നിസ്കാരം അത് ചുരുക്കണം. നോക്ക്, നിസ്കാരത്തിന് എത്ര മഹത്വമുണ്ട് ഇസ്ലാമില്, നിസ്കാരത്തിന്റെ ഫദായിലുകൾ എത്രയാണ്. ആ നിസ്കാരം പോലും ഉമ്മക്ക് വേണ്ടി ചുരുക്കണം. സുന്നത്ത് നിസ്കാരമാണെങ്കിൽ മുറിച്ച് ഉമ്മക്ക് മറുപടി കൊടുക്കണം, ഉപ്പക്ക് മറുപടി കൊടുക്കണം എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് രണ്ടാമത്തെ ഫായിദ. നമ്മളൊക്കെ എത്രയോ പിന്നിലാണ്. മാതാപിതാക്കൾ എന്ന വിഷയത്തിൽ നമ്മളൊക്കെ എത്രയോ പിന്നിലാണ്. അത് ശ്രദ്ധിക്കുന്ന ആളുകൾ ഉണ്ടാവും. ബാറക്കല്ലാഹു ഫീഹിം. വലിയ കാര്യമാണത്, വലിയ കാര്യമാണ്. മാതാപിതാക്കളുടെ കാര്യം വളരെയധികം ശ്രദ്ധിക്കാൻ പറ്റുക എന്നുള്ളത്. ഇസ്ലാം എത്രമാത്രം അവരുടെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ ഫായിദ തഖ്ദീറു ശുഊരിൽ ഉമ്മ. ഉമ്മയുടെ താല്പര്യം, അവരുടെ ഫീലിങ്സ്, അതിനെ നമ്മൾ വില വെക്കണം. എന്താണ് ജുറൈജിനോട് ഉമ്മ വന്ന് പറഞ്ഞത്? യാ ജുറൈജ് കല്ലിംനി, എന്നോട് സംസാരിക്ക്. ഉമ്മാക്ക് നമ്മോട് സംസാരിക്കാൻ താല്പര്യമുള്ള സമയം ഉണ്ടാകും. അവരുടെ താല്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കാര്യത്തിന് ആവശ്യത്തിന് പൈസ കൊടുക്കുന്നുണ്ടാകും, അവരുടെ ചികിത്സ ശ്രദ്ധിക്കുന്നുണ്ടാകും, അതിനൊക്കെ അപ്പുറത്ത് അവർ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകും, അവർ നമ്മളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും, അവരോടൊപ്പം ഇരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകും, അവരുടെ കൂടെ സമയം ചെലവഴിക്കണം, അവരുടെ സംസാരം കേൾക്കണം, അവർക്ക് നമ്മളോട് സംസാരിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ശുഊറുകൾ, താല്പര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകും. അതിന് നമുക്ക് വില വെക്കാൻ സാധിക്കണം. അവർക്ക് അതിന് വില വെക്കാൻ സാധിക്കണം. അതാണ് മറ്റൊരു കാര്യമുള്ളത്. നമ്മൾ എത്ര വലിയ സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്താലും, നമ്മളെ കാണുന്നതും നമ്മളോട് സംസാരിക്കുന്നതും അതിനോളം ഇഷ്ടം അവർക്ക് വേറൊന്നും ഉണ്ടാകൂല. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്. അത് വിശാലമായി പറയാൻ തന്നെ ഉദ്ദേശിച്ചു. ഇദ്ഖാലു സുറൂർ, നമ്മൾ ഉപ്പയോടും ഉമ്മയോടും ബിർറ് കാണിക്കുന്നവരാണെങ്കിൽ അവരോട് നിർബന്ധമായി ചെയ്യേണ്ട 5 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഇദ്ഖാലു സുറൂറാണ്. അവരെ സന്തോഷിപ്പിക്കണം. അവരെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പയും ഉമ്മയും നമ്മളിൽ നിന്ന് സമ്പത്തൊന്നുമല്ല ആഗ്രഹിക്കുന്നുണ്ടാകാം. നമ്മുടെ സംസാരം, നമ്മുടെ കൂടെ ഇരുന്നിട്ടുള്ള പെരുമാറ്റം, അതൊക്കെയായിരിക്കും അവർ കൂടുതൽ ആഗ്രഹിക്കുക. അത് മനസ്സിലാക്കണം. ഇവിടെ ജുറൈജിന് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ട്? ജുറൈജ് ഉമ്മയെ ഉപദ്രവിക്കുന്ന ആളായിട്ടല്ല. ഈ സന്ദർഭത്തിൽ നിസ്കരിക്കായതുകൊണ്ട് ജുറൈജ് എന്ത് ചെയ്തില്ല? അവിടെ യാ ജുറൈജ് അന ഉമ്മുക് ഫകല്ലിംനി, എന്നോട് സംസാരിക്ക്, ഞാൻ നിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞപ്പോ അവിടെ ജുറൈജ് എന്ത് തീരുമാനിക്കണം എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകാതെ പോയി. അപ്പൊ സംസാരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ കാര്യം വലിയ കാര്യമാണ്. അത് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഉമ്മയോട് സംസാരിക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കുക, അവരെ കൂടെ ഇരുത്തി സംസാരിക്കുക, അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അവർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അവർക്ക് 1000ങ്ങളും 10,000ങ്ങളും കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഇതാണ് മൂന്നാമത്തെ ഒരു ഫായിദ. നാലാമത്തത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ومن الفوائد أنه لا ينبغي للأم أن تدعو على ولدها. ഉമ്മ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മക്കൾക്കെതിരെ, അല്ലെങ്കിൽ ഉപ്പ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മക്കൾക്കെതിരെ അവർ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത്.
ഇവിടെ ആ ഉമ്മ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കിയുള്ളതൊക്കെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം എന്താണ്? അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. വലാ തദ്ഉ അലാ ഖദമിക്കും, നിങ്ങളുടെ വേലക്കാർക്കെതിരെ, ഖാദിമുകൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. വലാ തദ്ഉ അലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രാർത്ഥിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും? ഉത്തരം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉത്തരം കൊടുക്കും. പിന്നെ വേണ്ടിയിരുന്നില്ല എന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ഇതിലെ 4ാമത്തെ ഒരു ഗുണപാഠം. 5ാമത്തെ ഒരു കാര്യമുള്ളത്, മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക്, പ്രത്യേകിച്ച് അവർ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതിന് ഉത്തരമുണ്ട്. അത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാകട്ടെ, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നതാകട്ടെ, അത് മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളും ആ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. എന്റെ ഉമ്മ, എന്റെ ഉപ്പ എനിക്കെതിരെ പ്രാർത്ഥിച്ചാൽ, ഞാൻ അവരെ വേദനിപ്പിച്ചതിന്റെ പേരിൽ എന്റെ പെരുമാറ്റം കൊണ്ട് അവർ എനിക്കെതിരെ പ്രാർത്ഥിച്ചാൽ, മഹാനായ ജുറൈജ്, അങ്ങേയറ്റം അള്ളാഹുവിനോട് ബന്ധമുള്ള, അള്ളാഹുവിന്റെ വലിയായിരുന്ന ജുറൈജിന് ആ മാതാവിന്റെ പ്രാർത്ഥന എതിരായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, വളരെ ദുർബല ഈമാനുള്ള, ഒരുപാട് കുറവുള്ള നമ്മൾക്ക് അത് ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത് മാതാപിതാക്കളും ശ്രദ്ധിക്കണം. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് എങ്ങനെ മനസ്സിലാക്കണം? ദഅവത്തുൽ വാലിദി ലിവലദിഹി, ഒരു പിതാവ്, ഒരു മാതാവ് തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും, വദഅവത്തുൽ വാലിദി അലാ വലദിഹി, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നതും, ഖിലാഹുമാ മുസ്തജാബുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. രണ്ടിനും ഉത്തരമുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഉത്തരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ ധാരാളമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, സലാത്തു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 പ്രാർത്ഥനകൾ അത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന, ലാ ശക്ക ഫീഹിന്ന, അതിലൊരു സംശയവുമില്ല, അതിന് ഉത്തരം കിട്ടുമെന്നതിൽ സംശയമല്ല. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅവത്തുൽ വാലിദി അലാ വലദിഹി, ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നതാണ്, അതിന് ഉത്തരം കിട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 5 ഫായിദകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നിന്ന് പ്രധാനപ്പെട്ട 5 ഫായിദകൾ മാതാപിതാക്കളോടുള്ള ബാധ്യതയും, ഒരു മാതാവ് പിതാവ് എന്ന നിലക്ക് അവർ ശ്രദ്ധിക്കേണ്ട ബാധ്യതയുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ സംഭവത്തിൽ നിന്ന് ലഭിക്കുന്ന വേറെ ഒരുപാട് പാഠങ്ങളുണ്ട്. 6ാമത്തെ ഒരു കാര്യം, ബയാനു ഹാലിസ് സാലിഹീന വൽ ഔലിയാ മിൻ ഇബാദില്ലാഹ് അല്ലദീന ലാ തദ്തരിബു അഫ്ഇദതുഹും ഇൻദൽ മിഹൻ. ഇവിടെ നോക്ക്, ജുറൈജിന് സംഭവിച്ച ആ ഒരു അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. അദ്ദേഹം ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് പിടിച്ചിറക്കി അതായത് മാരകമായി മർദ്ദിക്കുകയാണ്. ആ വ്യഭിചാരിണിയായ സ്ത്രീയെയും ഇയാളെയും കൂട്ടിക്കെട്ടി ഇങ്ങനെ സമൂഹത്തിലൂടെ ഇങ്ങനെ നടത്തുകയാണ്. എന്തൊരു അപമാനകരമായിട്ടുള്ള അവസ്ഥയാണത്. പക്ഷേ സാലിഹുകളായിട്ടുള്ള അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ വലിയകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഹൃദയം അത് പേടിച്ചു വറക്കൂല, അല്ലെങ്കിൽ അതിൽ അവര് കുലുങ്ങൂല. വലാ തതീഷു ഉഖൂലുഹും ഇൻദൽ ഫിതൻ, അവരുടെ ബുദ്ധി മറിഞ്ഞു പോവുകയില്ല, അവർ ഉറച്ചു നിൽക്കും. ബൽ യൽജഊന ഇലാ മൻ ബിയദിഹി മഖാലീദുൽ ഉമൂർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യും? അവർ അഭയം കൊള്ളും. കമാ ലജഅ ജുറൈജുൻ ഇലാ റബ്ബി വഫസിഅ ഇലാ സലാത്തി, അള്ളാഹുവിലേക്ക് ജുറൈജ് അഭയം കൊണ്ടതുപോലെ, നിസ്കാരത്തിലേക്ക് ജുറൈജ് അഭയം കൊണ്ടതുപോലെ,
വല്ലാഹു തആല യജ്അലു ലിഔലിയാഇഹി ഇൻദ ഇബ്തിലാഹിം അൽ ഫറജ്. അല്ലാഹു അവന്റെ ഔലിയാക്കൾക്ക് പരീക്ഷണ ഘട്ടങ്ങളിൽ ഫറജ്, രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കും. വഇന്നമാ യതഅഖറുൽ ഫറജ ഫീ ബഅദിൽ ഔഖാത്ത്, ചില സന്ദർഭങ്ങളിൽ കുറച്ച് സമയം വൈകിപ്പിക്കും. അവർക്ക് ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കൊടുക്കുക. തഹ്ദീബൻ, അവരെ സംസ്കരിക്കാൻ വേണ്ടി. വസിയാദതൻ ലഹും ഫിസ്സവാബ്, എന്തിനാണ് അല്ലാഹു ചെയ്യുന്നത്? അവിടെ പ്രതിഫലത്തിൽ അല്ലാഹു വർധനവുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ചിലപ്പോ അല്ലാഹു തആല കുറച്ച് സമയം എന്ത് ചെയ്യും? നീട്ടിക്കൊടുക്കും. അതിനുള്ളൊരു രക്ഷപ്പെടാനുള്ള ഫറജ്, മഖ്റജ്. ഇവിടെ ജുറൈജിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? അല്ലാഹു തആല കുറച്ച് സമയം അദ്ദേഹം പ്രയാസപ്പെട്ടു. അദ്ദേഹം പൂർണ്ണമായി ബരി ആണ്. ഈ സംഭവത്തിൽ, ഈ വ്യഭിചാരാരോപണത്തിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല. അദ്ദേഹം തീർത്തും നിരപരാധിയാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുമാറ് അല്ലാഹു തആല വ്യക്തമാക്കി കൊടുത്തു. അദ്ദേഹം ആ ഫിത്നയിൽ ഉറച്ചുന്നതുകൊണ്ടാണ്. അദ്ദേഹം എന്ത് ചെയ്തില്ല? അദ്ദേഹത്തിന് ആ പ്രയാസം ഉണ്ടായപ്പോ അദ്ദേഹം ആ നിലപാടിൽ നിന്ന് മാറിയില്ല. അല്ലാഹുവിലേക്ക് അഭയം കൊണ്ടു, നിസ്കരിക്കാൻ തീരുമാനിച്ചു. അല്ലാഹു അതിന് പരിഹാരം കൊടുത്തു. ഇങ്ങനെയാണ് നല്ല മനുഷ്യന്മാർ പ്രയാസങ്ങളും ഫിത്നയും ഉണ്ടാകുമ്പോ. ത്വൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാ പറഞ്ഞില്ലേ, ഇദാ വഖഅത്തിൽ ഫിത്നതു ഫഅത്ഫിഉഹാ ബിത്തഖ്വ. ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ തഖ്വ കൊണ്ട് അതിന്റെ ചൂടിനെ അണച്ചു കളയുക. തഖ്വയാണ് പരിഹാരം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആര് അല്ലാഹുവിനെ സൂക്ഷിച്ചുവോ അല്ലാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആറാമത്തെ ഒരു കാര്യം. വിശ്വാസി, അല്ലാഹുവിന്റെ നല്ല അടിമ, പരീക്ഷണ ഘട്ടങ്ങളിൽ അവന് നേരായ മാർഗത്തിലും തെറ്റിപ്പോവുകയില്ല, അവൻ ഉറച്ചു നിൽക്കും എന്ന ഒരു വലിയ ഫായിദ ഈ ഹദീസിലുണ്ട്, ഈ സംഭവത്തിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ കഥയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശത്രുക്കളുടെ നിലപാട്. ശത്രുക്കളുടെ നിലപാട് എന്താണ്? നല്ല ആളുകളെ വഷളാക്കാനും അവരെ മോശമാക്കി സംസാരിക്കാനും കിട്ടിയ അവസരം അവർ നന്നായി ഉപയോഗപ്പെടുത്തും. ജുറൈജിനെ മോശമാക്കാൻ പറ്റിയ ഒരു അവസരം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും അതിന് ഇവിടെ നോക്ക്. ഏത് കാലഘട്ടത്തിലും നല്ല ആളുകളോട് ശത്രുത വെക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും. അവർക്കെതിരെ ആരോപണം പറയാനും അതുപോലെ തന്നെ അവരെ എതിർക്കാനും കിട്ടുന്ന അവസരം അവർ നന്നായി മുതലാക്കും. വ്യഭിചരിക്കുക എന്നുള്ളത് അവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. കണ്ടില്ലേ, വ്യഭിചാരിണികൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ആര് വ്യഭിചരിച്ചത് അവർക്ക് പ്രശ്നമല്ല. ജുറൈജ് വ്യഭിചരിച്ച അവർ പ്രശ്നമാക്കി, വ്യഭിചരിച്ചു എന്ന് പ്രശ്നമാക്കി. മാത്രമല്ല അവരത് വളരെയധികം എന്ത് ചെയ്തു? ആ ഒരു അവസരം ജുറൈജിനെ വഷളാക്കാൻ, എത്രത്തോളം വഷളാക്കാൻ പറ്റും അത്രയും വഷളാക്കാൻ തീരുമാനിച്ചു. ഏത് കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടാകും. നല്ലവരായി ജീവിക്കുന്ന ആളുകളോട് ഒരു ആവശ്യമില്ലാതെ ശത്രുത. അവരൊന്നും ചെയ്തിട്ടില്ല, ജുറൈജ് അവരോട് ഇപ്പം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. അതാണ് വകശഫത്തിൽ ഖിസ്സതു അയ്ളൻ അൻ മവാഖിഫി അഹ്ലിൽ ഫസാദി വൽ ഫുജൂരി മിനസ് സാലിഹീന വൽ അഖ്യാർ ഫി കുല്ലി സമാനിൻ വമക്കാൻ. ഈ കഥ വെളിവാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. അഹ്ലുൽ ഫസാദി വൽ ഫുജൂർ, തെമ്മാടികളും കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുടെയും നിലപാട്, സാലിഹികളോട് നല്ല മനുഷ്യന്മാരോടുള്ള നിലപാട്, അത് എല്ലാ കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും ഒരുപോലെയായിരിക്കും. അവരുടെ മുഹവലതിഹിം തശ്വീഹ സൂറതിഹിം വതൽതീഖ സുംഅതിഹിം ലിഇസ്ഖാതിഹിം മിൻ അഅയുനിൻ നാസ്. അവരുടെ ഇമേജ് അത് മോശമാക്കാനുള്ള പരിശ്രമം, അതുപോലെ തന്നെ അവരുടെ പേര് അത് വഷളാക്കാൻ, ജനങ്ങളുടെ കണ്ണിൽ നിന്ന് അവരെ മോശക്കാരാക്കാൻ പറ്റുന്ന അവസരം അവരെന്ത് ചെയ്യും? ഏത് കാലഘട്ടത്തിലും ഏത് നാട്ടിലും ഈ നല്ല ആളുകളുടെ ശത്രുക്കൾ അവസരം കിട്ടിയാൽ അത് ചെയ്യും. അത് വൃത്തികെട്ട ആളുകളുടെ ഒരു സ്വഭാവമാണ്.
അവരാ വൃത്തികേട് ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ടാകും. പക്ഷെ നല്ല ആളുകളെ വഷളാക്കാൻ പറ്റുന്ന അവസരം അവരത് ചെയ്യും. അത് ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. നല്ല മനുഷ്യന്മാരുടെ വെറുതെ ശത്രുത, അവരൊന്നും ചെയ്തിട്ടല്ല, അവരോടൊരു വെറുപ്പ്, അത് ശൈത്താൻ അവരുടെ മനസ്സിലിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പൊ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അദ്ദേഹത്തിന്റെ ആളുകളോടും അവരോട് ലിവാത്ത് സവർഗരതി നടത്തരുത് എന്ന് പറഞ്ഞപ്പോ അവിടെ ലിവാത്തിന്റെ ആളുകൾ എന്താ പറഞ്ഞത്? വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു അഖ്രിജൂഹും മിൻ ഖറിയതികും. അവരെ നിങ്ങൾ പുറത്താക്കുക, അവരെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുക. ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. അവർ നല്ല ശുദ്ധന്മാരാ. പരിഹസിച്ചിട്ട് പറഞ്ഞാലോ അവർ നല്ല ആൾക്കാരാ, അവരെ നിങ്ങൾ പുറത്താക്കി കളി. അങ്ങനെ പറയില്ലേ? അവരൊക്കെ വലിയ മുത്തഖികളാണെന്ന് പറയും. അത് പരിഹാസത്തോടുകൂടി പറഞ്ഞതാണ്. ഇത് വൃത്തികെട്ട ആളുകളുടെ മനസ്സ് അങ്ങനെയായിരിക്കും. ആളുകളൊക്കെ വൃത്തികേടിലേക്ക് വരണം എന്നുള്ളത്, അവരുടെ വൃത്തികേടിനെ ന്യായീകരിക്കാൻ ആളുകളെ അവരുടെ, അത് അറബികൾ പറയാറുണ്ട്, മൻ സഅ അമലുഹു സഅത് ളുനൂനുഹു എന്ന് പറയും. ഒരുത്തന്റെ അമല് അത് വൃത്തികെട്ടതാണെങ്കിൽ അവന്റെ ചിന്തയും വൃത്തികെട്ടതായിരിക്കും. അവന്റെ ചിന്ത, അവനൊരാളെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ കഴിയൂല, ഒരാളെയും കുറിച്ച് നന്മ വിചാരിക്കാൻ അവന് സാധിക്കില്ല. അവന്റെ പ്രവർത്തനങ്ങൾ അത്രയും മോശം, അവന് മറ്റൊരാളെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ സാധിക്കൂല. അവന്റെ വൃത്തികെട്ട മനസ്സുകൊണ്ടാണ് മറ്റുള്ളവരെ കുറിച്ച് അവൻ മനസ്സിലാക്കുക. അതാണ് ചില സലഫുകൾ പറഞ്ഞതായി കാണാം, വദ്ദതി സാനിയതു ലൗ സനതി നിസാഉ കുല്ലുഹുന്ന. വ്യഭിചാരിണിയായ പെണ്ണ് ആഗ്രഹിക്കും, എന്തറിയോ? ലൗ സനതി നിസാഉ കുല്ലുഹുന്ന. എല്ലാ പെണ്ണുങ്ങളും വ്യഭിചരിച്ചിരുന്നുവെങ്കിൽ, എല്ലാ പെണ്ണുങ്ങളും വ്യഭിചരിച്ചിരുന്നുവെങ്കിൽ എന്ന് വ്യഭിചാരിണി ആഗ്രഹിക്കുന്ന, ഓളതിൽ പെട്ടു, അതിന്റെ ആളായി. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരും അങ്ങനെ തന്നെ ആകണം, അവൾ ആഗ്രഹിക്കുന്ന. ഇത് സലഫുകൾ പറഞ്ഞതായി കാണാൻ. അപ്പോ വൃത്തികെട്ട ആളുകളുടെ മനസ്സ് എന്നും ഒരേപോലെ ആയിരിക്കും. സാലിഹകളായിട്ടുള്ള ആളുകൾ അടിക്കാൻ കിട്ടുന്ന അവസരം അവരെന്ത് ചെയ്യും? നന്നായി മുതലാക്കും. എട്ടാമത്തൊരു ഫായിദ, ഈ കഥയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഫായിദയാണ്, ومن فوائد القصة أن مجرد النظر إلى وجوه الفاجرات والآهرات يؤذي قلوب الأولياء والصالحين. വ്യഭിചാരിണികളായിട്ടുള്ള സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളത് മാത്രം തന്നെ നല്ല മനുഷ്യന്മാരുടെ ഹൃദയത്തിന് അതൊരു പ്രയാസമായിരിക്കും. ഇവിടെ ഉമ്മ എന്താ പ്രാർത്ഥിച്ചത്? വ്യഭിചരിക്കണം എന്നല്ല, വ്യഭിചാരിണികളായ സ്ത്രീകളെ മുഖത്തേക്കൊന്ന് നോക്കണം. അത് തന്നെ നല്ല മനുഷ്യന്മാർക്ക് പ്രയാസമായിരിക്കുമെന്നാണ്. ബൽ ഹുവ നൗഉം മിനൽ ബലാഇ വൽ ഉഖൂബ. മാത്രമല്ല ഒരു ശിക്ഷ കൂടിയായിരിക്കും. അത് അവർക്കൊരു ശിക്ഷയായിരിക്കും മോശപ്പെട്ട പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളത്, ഹറാമിലേക്ക് നോക്കുക എന്നുള്ളത്. വലിഹാദ ജഅത് ബിഹി ഉമ്മു ജുറൈജിൻ അല വലദിഹ. അതുകൊണ്ടാണ് ജുറൈജിന്റെ ഉമ്മ മകനെതിരെ ഇത് പ്രാർത്ഥിച്ചത്. മകനൊരു പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ പ്രാർത്ഥിച്ചത്. എന്താ പ്രയാസം ഉണ്ടാക്കണം എന്ന് പ്രാർത്ഥിച്ചത്? ഈ വൃത്തികെട്ട വ്യഭിചാരിണികളായ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളത്. നമ്മളൊക്കെ എത്ര ചിന്തിക്കണം. വ്യഭിചാരിണികളായ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളത് പോലും നല്ല മനുഷ്യന്മാർക്ക് പ്രയാസമായിരിക്കും എന്ന് മാത്രമല്ല, അതവർക്ക് ശിക്ഷ കൂടിയായിരിക്കും. ഇനി നമ്മുടെ അവസ്ഥ നോക്ക്, അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ നോക്ക്. ഇത്തരം വൃത്തികെട്ട പെണ്ണുങ്ങളെ നോക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്? അതിനുവേണ്ടി സിനിമകളും സീരിയലുകളും കാണാൻ പോകുന്നു. അതിനുവേണ്ട കാര്യങ്ങൾ അവർ ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്യുന്നു. ഒരു നല്ല മനുഷ്യൻ, അവർക്ക് പ്രയാസം. ജുറൈജിന് അത് കാണുന്നത് തന്നെ പ്രയാസമാണ് ഉമ്മക്ക് അറിയുന്നത് കൊണ്ടാണ് ഉമ്മ അങ്ങനെ പ്രാർത്ഥിച്ചത്. അപ്പൊ നമ്മളും അവർ എത്ര വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. അന്യ സ്ത്രീകളെ നോക്കുക എന്നുള്ളത് പോലും നല്ല വിശ്വാസികൾക്ക്, സാലിഹകൾക്ക്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അവരുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കുമെന്ന് മാത്രമല്ല, അവർക്ക് ഒരു ശിക്ഷ ലഭിക്കുന്നത് പോലെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇതൊക്കെ വലിയ വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഈ പറഞ്ഞിട്ടുള്ള ആളുകളും എത്രയോ അകലെയാണ് അവരും നമ്മളും തമ്മിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒമ്പതാമത്തെ ഒരു കാര്യം, ജുറൈജിന്റെ വാചകം,
അഈദൂഹാ മിൻ തുയ്നിൻ കമാ കാനത്. അവർ മഠം പൊളിച്ചു. രണ്ടാമത് അവർ ചെയ്തത് അബദ്ധാണെന്ന് മനസ്സിലായപ്പോ സ്വർണത്തിന്റെ മഠം കയറ്റിത്തരാന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? വേണ്ട, എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് തന്നെ മതി എന്ന ഈ വാചകത്തിൽ എന്തുണ്ട്? ബയാനു തവാളുഇൽ ആബിദ്. ഒരു ആബിദായ മനുഷ്യന്റെ വിനയം അതിലുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ ചോദിക്കായിരുന്നു, അവരത് കയറ്റിക്കൊടുക്കും ചെയ്യും. പക്ഷേ വിനയം, അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള വിരക്തി, അതൊക്കെ എന്തുണ്ട്? ഈ പറഞ്ഞ ജുറൈജിന്റെ വാചകത്തിലുണ്ട്. 10ാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാം. ബാക്കിയുള്ള ഫായിദകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. 10ാമത്തെ കാര്യം, ومن فوائد القصة أنه لا يجوز أبدا المسارعة في تصديق الأخبار وقبول التهم من غير دليل ولا برهان. ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അതിനെ സത്യപ്പെടുത്താൻ നമ്മൾ ധൃതി കാണിക്കരുത്. ആരോപണങ്ങൾ കൃത്യമായ തെളിവില്ലാതെ നമ്മൾ അങ്ങ് വിശ്വസിക്കാനും പാടില്ല. ഇവിടെ ജുറൈജ് വ്യഭിചരിച്ചു എന്ന വ്യഭിചാരിണി പറഞ്ഞപ്പോഴേക്ക് എന്ത് ചെയ്തു? അവർ വിശ്വസിച്ചു. പിന്നെ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അതിൽ സത്യമുണ്ടോ എന്താണ് എന്നൊന്നും അവരെന്ത് ചെയ്തില്ല, അന്വേഷിക്കാനോ അതുപോലെ തന്നെ അതിനുവേണ്ട ഒരു പരിശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ വലിയൊരു അബദ്ധത്തിൽ സംഭവിച്ചു. അവർക്ക് കുറ്റബോധം ഉണ്ടായി. അപ്പോ ആരെക്കുറിച്ച് എന്ത് കേട്ടാലും നമ്മൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അയാൾക്ക് പൊതുവെ നമ്മളോട് ആദ്യമേ വെറുപ്പുണ്ട്, നമ്മൾക്ക് അയാളോട് പണ്ടേ താല്പര്യമില്ല, അയാളെ പറ്റിയാണ് പറഞ്ഞത്, അങ്ങ് വിശ്വസിക്കാൻ പറ്റൂല. നമ്മൾ എത്രത്തോളം ആളുകൾ വെറുക്കുന്നില്ല എന്നുള്ള കാര്യം, ആ വാർത്തക്ക് വല്ല അടിസ്ഥാനം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്ന വേണം. നമ്മളോട് ശത്രുതയുള്ള ആളാണ്, അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ഉപദ്രവിച്ച ആളാണ്, ശരിയാണ്, ശരിയായിരിക്കും. പക്ഷേ അയാളെക്കുറിച്ച് ഒരു വാർത്ത കേട്ടാൽ നമ്മൾ അതിന് പൊടിപ്പും തൊങ്ങലും കൂട്ടി അത് പ്രചരിപ്പിക്കാൻ പറ്റൂല, അത് വിശ്വസിക്കാൻ പറ്റൂല, അത് പ്രചരിപ്പിക്കാൻ പറ്റൂല എന്ന് വേറെ വിഷയം. വിശ്വസിക്കണ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. അല്ലാഹു തആല പറഞ്ഞതാ, ആരെങ്കിലും ഒരു വാർത്ത കൊണ്ടുവന്നാൽ അതിനെ അന്വേഷിക്കണം. തബയ്യന, കൃത്യമായി അന്വേഷിക്കണം. അത് നമ്മളിൽ നിന്നുണ്ടാകേണ്ട വലിയൊരു ഇൻസാഫിന്റെ ഭാഗമായി ഉണ്ടാകേണ്ട ഒരു നീതിബോധാണത്. ആരെക്കുറിച്ച് പറഞ്ഞാലും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കി വിശ്വസിക്കണം. അത് പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന് വേറെ വിഷയം. വിശ്വസിക്കണ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ള ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ മുമ്പ് ഇവിടെ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അൽ മുഅ്മിനു വഖാഫുൻ മുതബയ്യിൻ. എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഇബാറത്താ. വിശ്വാസി എന്ന് പറഞ്ഞാൽ വഖാഫുൻ മുതബയ്യിൻ. എന്താ അർത്ഥം? വഖാഫ് എന്ന് പറഞ്ഞാൽ മുതഅന്നിൻ എന്ന് പറഞ്ഞാൽ അവധാനത കാണിക്കുന്നയാളാണ്. അഥവാ അജലത്ത്, ധൃതി കാണിക്കൂല. എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ ഉടനെ ധൃതി പിടിച്ച് അതിൽ തീരുമാനാക്കാൻ ശ്രമിക്കൂല. അങ്ങനെ തന്നെ പെട്ടെന്ന് വിശ്വസിക്കൂല. വഖാഫ് എന്ന് പറഞ്ഞത് മുതബയ്യിൻ, കൃത്യമായി അന്വേഷിക്കുന്നവനാണ് സത്യവിശ്വാസി. അങ്ങനെ അൽ മുഅ്മിനു വഖാഫുൻ മുതബയ്യിൻ, ധൃതി കാണിക്കാതെ അവധാനത കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്നവനാണ് ആര്? മുഅ്മിൻ. ആ ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകണം. വലിയൊരു ക്വാളിറ്റിയാണത്, കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുക എന്നുള്ളത്. നമ്മുടെ സ്വന്തക്കാരെ കാര്യം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ കാര്യം, അതൊക്കെ നമ്മൾ ശരിക്കും അന്വേഷിക്കും. പക്ഷെ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് പറയുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല. അത് വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. നമ്മൾ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിന്റെ വലിയ അപകടങ്ങൾ ഉണ്ടാകും, നമ്മൾക്ക് അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 10 ഫായിദകൾ നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് പറഞ്ഞു. ഇനിയും ഒരുപാട് വിലപ്പെട്ട ഫായിദകൾ ഈ കഥയിലുണ്ട്. നമ്മൾ പറഞ്ഞ ആദ്യത്തെ വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യം ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സംസാരിക്കാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന ബർറുകളുടെ കൂട്ടത്തിൽ, പുണ്യവാളന്മാരുടെ കൂട്ടത്തിൽ
അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു